ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ലെസണിലെ കുറച്ച് പ്രോബ്ലംസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിട്ട് കുറച്ചെണ്ണം. നമ്മൾ ജനറലി നമ്മൾ പേടിക്കും ഈ ലെസൺ കണ്ട, അയ്യോ വലിയ വലിയ ക്വസ്റ്റ്യൻസോ. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ തിയറി ബേസ്ഡ് ആയിട്ടുള്ളതും നമ്മൾ തന്നെ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ തന്നെ പ്രീവിയസ് ഇയേഴ്സിലും ചോദിച്ച് കണ്ടിട്ടുള്ളൂ. കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ, ന്യൂമറിക്കൽ പ്രോബ്ലം ആണെങ്കിലും ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ്റെ ചോദിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് പോയാൽ ഈ ഒരു ലെസൺ വലിയ ടഫ് ഒന്നുമല്ല നമുക്ക് എക്സാമിന്. അപ്പം നിങ്ങൾ നോക്കിക്കോളൂ, ഇതൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിവേ ഇനി ലാസ്റ്റ് മിനിറ്റിൽ റിവിഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു ബ്രഷപ്പ് നല്ലതാണല്ലോ, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും പറയുന്നത്. റൈറ്റ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഫോർ ദ റിയാക്ഷൻ. ഞാൻ 3 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. ഇവർ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എഴുതണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈസിയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് നിങ്ങൾക്ക് എഴുതാനറിയാം. ഇപ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്? അതായത് ഇക്വിലിബ്രിയത്തിൽ ഉണ്ടാകുമ്പം അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റും റിയാക്റ്റൻറ്റും തമ്മിലുള്ള റിലേഷനാണ് അല്ലേ. എങ്ങനെയാണ് അത് എഴുതുക? ദാറ്റ് ഇസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ ഇസ് ഈക്വൽ ടു ദി എന്തായിരുന്നു അത്? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഫോർ എ റിയാക്ഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ദി പ്രോഡക്റ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് റേസ്ഡ് ടു ദി കോഎഫിഷ്യൻറ്റ് ഓഫ് ദി സ്റ്റോഷിയോമെട്രി ഡിവൈഡഡ് ബൈ ദി പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻറ്റ്. ഇതായിരുന്നു ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് എന്താ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സംഭവം, ആരുടെ? പ്രോഡക്റ്റിൻ്റെ. അപ്പോൾ കോൺസെൻട്രേഷൻ്റെ സ്ക്വയർ ബ്രാക്കറ്റ് ഓരോന്നിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഇങ്ങനത്തെ ബ്രാക്കറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മാർക്ക് കുറയ്ക്കും. കോൺസെൻട്രേഷൻ്റെ ബ്രാക്കറ്റ് എപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റ് ആയിരിക്കണം. എന്നിട്ട് പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എഴുതി. ഇവിടെ നമുക്ക് സ്റ്റോഷിയോമെട്രി ഒന്നുമില്ല, ഇവിടെയൊക്കെ 1 ആയതുകൊണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട. ഇനി ആരതാ? പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്റ്റാണ് അല്ലേ. ഈ പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കണം. ഏതൊക്കെ പ്രോഡക്ട്സ് ഉണ്ട്? BaOയും CO2. അപ്പോൾ നമ്മൾ CO2 ഇങ്ങനെ എഴുതിയാൽ മാത്രം പോരാ. ഇപ്പോൾ ബേരിയം ഓക്സൈഡ് എന്ന് പറയുന്നത് നമുക്ക് സോളിഡാണ്, അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും, ബേരിയം കാർബൺ. അപ്പോൾ അതും ഇവിടെ റെപ്രസെൻ്റ് ചെയ്യണം. സോളിഡ് ഗ്യാസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ്. ഇവിടെ എല്ലാവരുടെയും സ്റ്റോഷിയോമെട്രിക് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് യൂണിറ്റി ആയതുകൊണ്ട് നമുക്കിവിടെ റേസ് ടു 1 എഴുതേണ്ട ആവശ്യമില്ല. അപ്പം ഇതെന്താണ്? സോളിഡാണ്. ഇനി ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദ കോൺസെൻട്രേഷൻ ഓഫ് എ പ്യുവർ സോളിഡ് ആൻഡ് എ പ്യുവർ ലിക്വിഡ് ഇസ് ഓൾമോസ്റ്റ് ടേക്കൺ ടു ബി യൂണിറ്റി. അപ്പം നമുക്ക് എഴുതാം ഇവിടെ ആസ് ദി കോൺസെൻട്രേഷൻ ഓഫ് ബേരിയം, സോളിഡ് ബേരിയം ഓക്സൈഡ് is equal to 1 and the concentration of barium carbonate, it is also a solid, equal to 1. Therefore, K, equilibrium constant for this reaction, is the concentration of the carbon dioxide gas. മനസ്സിലായോ? കിട്ടിയോ? ഇനി അടുത്ത ബി നിങ്ങൾക്ക് തന്നെ ചെയ്യാലോ. AgBr gives in the question. Okay, AgBr gives Ag plus Br minus, ഒന്നും ചെയ്യാനില്ല. K is equal to Ag plus the concentration of the product. Okay, the concentration of the product Agയും Br ആയതുകൊണ്ട് concentration of Ag plus Br minus divided by the product concentration of the റിയാക്റ്റൻ്റ്. ആരാണ് ഇവിടുത്തെ റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത്? AgBr. അതെന്താണ്? അത് സോളിഡാണ്. ബാക്കിയെല്ലാം എക്വസ് ആണ്. എക്വസ് എന്ന് പറഞ്ഞാൽ എക്വസിലാണ് അവരുള്ളത്, ലിക്വിഡ് സ്റ്റേറ്റിലത് വാട്ടറിലാണ് ഉള്ളത്. അപ്പം AgBr എന്തായി? ഇതിൻ്റെ കോൺസെൻട്രേഷൻ ഇസ് ഈക്വൽ ടു, നമുക്കറിയാം AgBr സോളിഡ് ആയതുകൊണ്ട് ഇറ്റ്സ് കോൺസെൻട്രേഷൻ വി ഹാവ് ടു ടേക്കൺ ഇറ്റ് ആസ് 1. അപ്പോൾ എന്താ? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു Ag plus into Br minus its aqueous, it is aqueous. ക്ലിയർ ആയോ? ഇനി നമ്മുടെ തേർഡ് പ്രോബ്ലം എന്ന് പറയുന്നത് Al solid plus 3H plus gives Al3 plus 3/2 H2 ആണ്. ഇത് നിങ്ങൾക്ക് ഒന്നും നോക്കാതെ ഈസി ആയിട്ട് എഴുതാം. ഇതാ K is equal to പ്രോഡക്റ്റ് ഓഫ് Al. ഈ ചാർജൊന്നും നിങ്ങൾ മറന്നേക്കരുത് കേട്ടോ. സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇടുക. എക്വസ് ഇട്ടു. ഇവിടെ 3/2 ഹൈഡ്രജൻ, അപ്പോൾ H2 ഗ്യാസ് റേസ് ടു 3/2 അല്ലേ.
നമുക്കറിയാം സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ we have to write the raised to the power of that concentration divided by AL solid into അത് സ്ക്വയർ ബ്രാക്കറ്റിൽ ഇൻറ്റു എച്ച് പ്ലസ് aqueous raised to 3 എന്തിനാ ഇട്ടാൽ നോക്കൂ ക്വസ്റ്റ്യനിൽ 3H+ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ എന്ത് ചെയ്യണം, ഇവിടെ സോളിഡ് അലൂമിനിയത്തിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് 1 ആക്കി എടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇത് ഉണ്ടാവത്തില്ല. Al3 + H2 ഇതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എഴുതാൻ പറഞ്ഞ ഏത് റിയാക്ഷൻ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടു. റൈറ്റ് ദ ഇക്വിലിബ്രിയം ഡിഫൈൻ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ആൻഡ് റൈറ്റ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഫോർ ദ ജനറൽ റിയാക്ഷൻ A + B gives C + ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 2016 എങ്ങാണ്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. എങ്ങനെ എഴുതും? K = concentration of C raised to C, concentration of D raised to D divided by concentration of A raised to A, concentration of B raised to B. This is the equilibrium constant for this reaction. കണ്ടോ? അപ്പോൾ ഇതന്നെ ചോദിക്കുന്നുണ്ട്. ഇത് മുന്നേ എന്ത് ചോദിക്കുന്നത്? വാട്ട് ഈസ് മെന്റ് ബൈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്? എക്സ്പ്ലെയിൻ ഓർ ഡിറൈവ് ആൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദിസ് ജനറൽ റിയാക്ഷൻ. എന്താ ചോദിച്ചു? പിന്നെ ചോദിച്ചത് ഗീവ് ദ റിലേഷൻ ബിറ്റ്വീൻ KP ആൻഡ് KC. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അതാണ് 2 ക്വസ്റ്റ്യൻ അതിലുണ്ടായിരുന്നത്. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ റിയാക്ഷൻ ദിസ്, ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗീവ് ദ റിലേഷൻ ബിറ്റ്വീൻ KP ആൻഡ് KC. നിങ്ങൾക്കറിയാമല്ലോ എന്താണ് KC = KP × RT⁴ അത് ഡിറൈവ് ചെയ്യാനും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ്റെ വലുപ്പം കുറച്ച് ബിഗ് ആണെങ്കിലും നമ്മളെ ആൻസർ വളരെ സിമ്പിളാണ്. എ മിക്സ്ചർ ഓഫ് ഹൈഡ്രജൻ, നൈട്രജൻ ആൻഡ് അമോണിയ വിത്ത് മോളാർ കോൺസെൻട്രേഷൻ 5.0 × 10⁻³ mole liter inverse, 4.0 × 10⁻³ mole liter inverse and 2.0 × 10⁻³ mole liter inverse respectively was prepared and heated to 500 Kelvin. The value of Kc for the reaction, that is 3H2 + N2 gives 2NH3 at this temperature is 60. ഇതിൻ്റെ Kc equilibrium predict whether ammonia tend to form or to decompose at this stage of concentration. അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. നമുക്കറിയേണ്ടത് ഈ കോൺസെൻട്രേഷനാണ്. ഇപ്പോൾ ഒരു അതായത് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തുള്ള കോൺസെൻട്രേഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ ഈ റിയാക്ഷൻ എന്താണ്, നമ്മൾ അമോണിയനെ ഡീകമ്പോസ് ആണോ ചെയ്യുക അല്ലെങ്കിൽ വീണ്ടും അമോണിയ ഫോം ചെയ്യാനാണോ ശ്രമിക്കുക എന്നുള്ളത്. ഇതിൻ്റെ ഒരു ബിഹൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് റിയാക്ഷൻ കോഷ്യൻ്റ്. ഓർമ്മയുണ്ടേ? റിയാക്ഷൻ കോഷ്യൻറ്റും Kcയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? റിയാക്ഷൻ കോഷ്യൻറ്റും Kcയും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരികയാണ്. അതായത് the concentration of the product to the concentration of the reactant at any particular stage other than equilibrium is known as the reaction quotient. അതായത് ഇക്വിലിബ്രിയത്തിൽ അല്ലാത്ത സ്റ്റേജിൽ നമുക്ക് കിട്ടുന്ന ആ പ്രൊഡക്റ്റും റിയാക്റ്റും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് റിയാക്ഷൻ കോഷ്യൻ്റ് ആയിരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ. അപ്പോൾ ഇവർ ചോദിക്കുന്നത് നമുക്കിപ്പോൾ ഒരു റിയാക്ഷൻ കോഷ്യൻ്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് ഓൾറെഡി Kc തന്നിട്ടുണ്ട്. അപ്പം നമ്മളോട് പറയുക ഈ വാല്യൂ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കണം ദ റിയാക്ഷൻ ഇസ് പ്രൊസീഡിങ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ ഓർ റിവേഴ്സ് ഡയറക്ഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇഫ് ദ വാല്യൂ ഓഫ് Qc ഇസ് ഗ്രേറ്റർ ദാൻ Kc, Qcൻ്റെ വാല്യൂ Kcനെ അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെക്കാട്ടും കൂടുതലാണെങ്കിൽ then the reaction will be proceeding in reverse direction. ഇതറിയാത്തവർ എൻ്റെ ക്ലാസ് ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. റിവേഴ്സ് റിയാക്ഷൻ. ഇനി ഇഫ് Qc is less than Kc, Qcൻ്റെ വാല്യൂ ലെസ് ആണെന്നറിഞ്ഞാൽ റിയാക്ഷൻ എന്ത് ചെയ്യും? ഫോർവേഡ് റിയാക്ഷൻ പ്രൊമോട്ട് ചെയ്യും. ഇഫ് Qc is equal to Kc എന്തായിരിക്കും? ദ സിസ്റ്റം ഇസ് ഇൻ ഇക്വിലിബ്രിയം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് Kc. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ന്യൂമറിക്കൽ പ്രോബ്ലം ആണെങ്കിൽ 2 കോളങ്ങ് വരച്ചിട്ടേക്കുക. നമുക്ക് തന്ന ഡാറ്റാസ് നീറ്റാക്കിയിട്ട് ഒരു സൈഡിലും കിട്ടാനുള്ള ഡാറ്റാസ് ഇവിടെ. അപ്പോൾ നമുക്കൊരു ജനറൽ റിയാക്ഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ തന്നെ എഴുതുക. N2 + 3H2 gives 2NH3. ഓക്കെ. ഇനി നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ കാണിച്ചുകൊണ്ടാണ് പിന്നെയും കാണിക്കാതെ. ദാറ്റ് ഇസ് 2.0 × 10⁻³ ഇങ്ങനെ തന്നെ എഴുതണം. നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റ്സും എല്ലാം മോൾ
liter inverse. Concentration of hydrogen, that is equal to 5.0 into 10 raised to minus 3 mole liter inverse. ഇനി concentration of nitrogen, that is equal to 4.0 into 10 raised to minus 3 mole inverse. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് കെ സിയും തന്നിട്ടുണ്ട്. കെ സി ഫോർ ദിസ് റിയാക്ഷൻ ഇസ് 60. ഓക്കെ, ഇനി നമ്മൾ ഇവരുടെ ക്യൂ സി ഒന്ന് എഴുതുക. കാരണം ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് അല്ല, നമുക്ക് ക്യൂ സി വേണ്ടത്. ക്യൂ സി എന്ന് പറയുന്നത് ദ പ്രൊഡക്റ്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് raised to the stoichiometric divided by the concentration of the reactant. ഓക്കെ, ഇനി ഇതിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.0 ഇൻറ്റു 10 റേസ് ടു മൈനസ് 3 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4.0 ഇൻറ്റു 10 റേസ് ടു മൈനസ് 3 ഇൻറ്റു 5.0 ഇൻറ്റു 10 റേസ് ടു മൈനസ് 3 ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് എത്ര വാല്യൂ കിട്ടുന്നറിയാം? 8.0 ഇൻറ്റു 10 റേസ് ടു 3. അപ്പോൾ ഇവിടെ എന്താ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? ക്യൂ സിൻ്റെ വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ കെ സി. ക്യൂ സിൻ്റെ വാല്യൂ കെ സിനെക്കാട്ടും ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇറ്റ് വിൽ ടേക്ക് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ. ഇവിടെ റിവേഴ്സ് ഡയറക്ഷൻ ഏതാ? ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ ടേക്ക് പ്ലേസ്. സോ ദ റിയാക്ഷൻ ഇൻ ദിസ് റിയാക്ഷൻ ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ വിൽ ടേക്ക് പ്ലേസ്. ക്ലിയർ ആയോ? ക്വസ്റ്റ്യനും കാര്യം മനസ്സിലായ. കാരണം കെ സി തന്നിട്ടുണ്ട്, നിങ്ങളോട് ഈ ഒരു സ്റ്റേജിലുള്ള റിയാക്ഷൻ ഫോർവേഡാണോ ബാക്ക്വേർഡായിട്ടാണോ നടക്കുക. അപ്പം നമ്മൾ കെ സിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്യൂ സിൻ്റെ വാല്യൂ നോക്കുക. ക്യൂ സിൻ്റെ വാല്യൂ കെ സിനെക്കാട്ടും വലുതാണെങ്കിൽ റിവേഴ്സ്, ക്യൂ സിൻ്റെ വാല്യൂ ലെസ് ദാൻ ആണെങ്കിൽ ഫോർവേഡ്. ക്യൂ സി ഈസ് ഈക്വൽ ടു കെ സി ആണ് ഇക്വിലിബ്രിയം. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നല്ല ക്ലൂ ഒക്കെ വെച്ചിട്ട് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, ഡയറക്റ്റ് പ്രോബ്ലമാണ്. ഇതൊക്കെ ഒരു 70% ഒക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 2SO2 + O2 gives 2SO3. കെ പി വാല്യൂ തന്നിട്ടുണ്ട്. കെ പി ഇസ് ഈക്വൽ ടു 3.4 at 1000 ഡിഗ്രി സെൽഷ്യസ്. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? കെ സി. സെയിം തന്നെ വേറെ രണ്ടാമത്തത് 2NOCl gives 2NO + Cl2. ഇവരുടെയും കെ പി തന്നിട്ടുണ്ട്, ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. ഇത് ഡിഗ്രി സെൽഷ്യസിലാണ്, ഇത് കെൽവിൻ. ഓരോന്നും ശ്രദ്ധിക്കണം തന്നിരിക്കുന്നത്. ഇതിൻ്റെ കെ സി കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻ അറിയണം അല്ലേ? എന്താണ്? കെ പി ഇസ് ഈക്വൽ ടു കെ സി ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഡെൽറ്റ എൻ ആയിക്കോട്ടെ. നമുക്കിതിൽ എന്തൊക്കെ വേണം? ആറ് വേണം, ടി വേണം, ഡെൽറ്റ എൻ വേണം. അപ്പം നമ്മൾ ആദ്യം, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ നോക്കുക എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്. നമുക്ക് കെ പി തന്നിട്ടുണ്ടല്ലോ, എത്രയാണ്? 3.4. ടെമ്പറേച്ചർ തന്നിട്ടുണ്ടല്ലോ 1000 ഡിഗ്രി സെൽഷ്യസാണ്. നമ്മുടെ പ്രോബ്ലം എന്തിലാണ് എപ്പോഴും കൺവേർട്ട് ചെയ്യേണ്ടത്? കെൽവിനിൽ. ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റണമെങ്കിൽ 273 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1000 ആഡ് ചെയ്യുമ്പോൾ 1273. ഓക്കെ, ടെമ്പറേച്ചർ കിട്ടി. ഇനി ഡെൽറ്റ എന്നെ വേണ്ടേ? നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി റിയാക്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ കേസിൽ 2+1. പക്ഷേ നമുക്ക് ഡെൽറ്റ എന്നാണ് ചേഞ്ച് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുക? നമ്മൾ കണ്ടുപിടിക്കുക. അതായത് പ്രൊഡക്റ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 2 മൈനസ് റിയാക്റ്റൻ്റിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്? 2SO2 ഒരു O2. അപ്പോൾ 2+1 3. അപ്പോൾ 2+1 3 ആണ്. അപ്പം നമ്മളതിൻ്റെ വാല്യൂ 2 മൈനസ് 3 ആണ്. കാരണം പ്രൊഡക്റ്റിൽ 2 ആണ്. അതായത് എപ്പോഴും എന്താണ് നമ്മൾ ഡെൽറ്റാന് കണ്ടുവയ്ക്കുമ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി റിയാക്റ്റൻ്റ്. അപ്പോൾ പ്രൊഡക്റ്റിൽ 2 ഉള്ളൂ, റിയാക്റ്റൻ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡെൽറ്റ എൻ -1 കിട്ടി. അവിടെ വെച്ചോളൂ. ഇനിയിപ്പോൾ നമുക്ക് കെ പിൻ്റെ വാല്യൂ ഉണ്ട്, കെ സിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കെ പി ഡിവൈഡഡ് ബൈ ആർ ടി റേസ് ടു ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു കെ സി. എഴുതിക്കൂടെ? അല്ലെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? കെ പി ഇൻറ്റു ആർ ടി റേസ് ടു മൈനസ് ഡെൽറ്റ എൻ എന്ന് എഴുതിക്കൂടെ? ഇതിനെ നമ്മൾ നേരെ മുകളിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്താ? മൈനസ് ഡെൽറ്റ എൻ. സോ കെ സി ഇസ് ഈക്വൽ ടു കെ പി ഇൻറ്റു ആർ ടി. ഇപ്പം എനിക്ക് എന്തൊക്കെ വാല്യൂ ഉണ്ട്? 3.4 ഇൻറ്റു ആറിൻ്റെ വാല്യൂ എത്രയാണ്? നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുക്കുമ്പം 0.083. 0.0 ഇത് കോൺസ്റ്റൻ്റ് ആണ്. ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചതാണ്. ഇൻറ്റു 1273 റേസ് ടു മൈനസ് ഡെൽറ്റ ആണ്. ഇവിടെ -1 മൈനസ് ഓഫ് മൈനസ് +1.
അപ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 359.24 ആണ്. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ആ സെക്കൻഡ് 2NOCl നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് മാത്രം എൻ്റെ ക്വസ്റ്റ്യൻ നോക്കുക, എൻ്റെ ആൻസർ നോക്കുക. 2NOCl gives 2NO plus Cl2. ഒറ്റയ്ക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതന്നെ എങ്ങനെയാണ് വരിക? നമ്മൾ ഇവിടെയും ഞാൻ എന്ത് എഴുതുകയാണ്, KP എനിക്ക് തന്നിട്ടുണ്ട്. അവരെത്രയാണ് തന്നിരിക്കുന്നതെന്ന് വിചാരിച്ചാൽ 1.8 × 10⁻⁻². ടെമ്പറേച്ചർ എത്രയാണ്? 500 കെൽവിനിലാണ്, അതുകൊണ്ട് മാറ്റണ്ട. ഡെൽറ്റ എൻ എത്രയാണ് നോക്കുക. ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു 2 + 1 3, 3 - 2 is equal to 1. 3 - 2 is equal to 1. ഡെൽറ്റ എൻ പോസിറ്റീവാണ്. അപ്പോൾ എനിക്ക് ഇതേപോലെ തന്നെ KP × RT⁻⁻n ആണ്. അപ്പോൾ എന്തായി? KP വരുന്നത് 1.8 × 10⁻⁻² × 0.083 × 500⁻⁻1. And the value found to be 4.33 × 10⁻⁻4. മനസ്സിലായി? ഈ -1 ഇങ്ങനെ ഇടണമെന്നില്ല, ഇത് താഴേക്ക് ഇട്ടാലും മതി. ഇത് താഴേക്ക് ഇട്ടാൽ 0.083 × 500 വരും. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കട്ട് ഷോട്ട് ചെയ്താൽ മതി കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതിയേ. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പോൾ ഇതാ അടുത്ത ക്വസ്റ്റ്യൻ. ഇതുണ്ടല്ലോ, ലാസ്റ്റ് 2020 ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. മാർച്ച് 2020 നമ്മുടെ ഈ 10th നമ്മൾ പഠിച്ച ലേഷാറ്റ്ലിയ പ്രിൻസിപ്പിളിലെ സെയിം പ്രൊസീജിയർ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ നല്ലോണം ശ്രദ്ധിക്കണം. ഫോർ ദി റിയാക്ഷൻ 2NO gives N2 + O2, ഡെൽറ്റ H is equal to നെഗറ്റീവ്. ഞാൻ പറഞ്ഞിട്ട് ഡെൽറ്റ H നെഗറ്റീവ് എന്ന് കണ്ടാൽ നമുക്കറിയാതെ എക്സോതെർമിക് ആണ്, ഫോർവേഡ്. അപ്പോൾ തന്നെ ആൻസർ ഷീറ്റിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതാൻ പാടില്ല ഒരു സാധനം. മുകളിൽ എക്സോ എന്ന് എഴുതിക്കുക, ഇവിടെ താഴെ എൻഡോ. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ ഷീറ്റിലേക്ക് കോപ്പി ഡൗൺ ചെയ്തിട്ട് മുകളിൽ എക്സോ തെർമിക്ക് ബാക്ക്വേർഡ്, മുകളിൽ എക്സോ ആണെങ്കിൽ ബാക്ക്വേർഡ് എൻഡോ തെർമിക്. എക്സോ എന്ന് പറഞ്ഞാൽ ലിബറേഷൻ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റാണ്, പുറത്തേക്ക് ഹീറ്റ് വിടും. ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദിസ് റിയാക്ഷൻ എസ്കേപ്പ് 2.5 × 10⁻². ഇതൊക്കെ അവർ നമ്മളെ പേടിപ്പിക്കാൻ തരുന്നത്. ഇതിനെക്കൊണ്ട് ഈ പ്രോബ്ലത്തിൽ ഒന്നും ചെയ്യാനില്ല. at 298 വാട്ട് വിൽ ഹാപ്പൻ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് N2? നമുക്കറിയേണ്ടത് ഈ കോൺസെൻട്രേഷൻ ഓഫ് N2ന് എന്ത് സംഭവിക്കും എപ്പം? കോൺസെൻട്രേഷൻ ഓഫ് NO ഇസ് ഇൻക്രീസ്ഡ്. അപ്പോൾ എന്താ, ദ കോൺസെൻട്രേഷൻ ഓഫ് NO ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ലേഷാറ്റ്ലിയ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? whenever a system is in equilibrium, if we try to change the concentration, temperature or pressure of the system will tries to nullify its effect by opposing that change. ആ റിയാക്ഷൻ, ആ എഫക്റ്റ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി അത് ആ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യും. ഇവിടെ നോക്കൂ, NOൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുകയാണ്. അപ്പോൾ സിസ്റ്റം പറയാം, നിങ്ങൾ NOൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുകയാണ്, ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കും. അതെങ്ങനെ കുറയ്ക്കും? അത് ഓടിപ്പോയി കളയാൻ പറ്റില്ലല്ലോ. ഇറ്റ് വിൽ പ്രൊഡ്യൂസ് മോർ ആൻഡ് മോർ N2. അതായത് NOൻ്റെ കോൺസെൻട്രേഷൻ ഞാൻ കൂട്ടുമ്പോൾ, കോൺസെൻട്രേഷൻ തന്നെ എമൗണ്ട് കൂട്ടുമ്പോൾ സിസ്റ്റം ആ എഫക്റ്റ് ഇല്ലാണ്ടിരിക്കാൻ ശ്രമിക്കും. സിസ്റ്റം അതിനെ നള്ളിഫൈ ചെയ്യാൻ ശ്രമിക്കും. നള്ളിഫൈ അതിനെ ഇല്ലാതാക്കുക. ഹൗ ഇറ്റ് ക്യാൻ നള്ളിഫൈ ഇറ്റ്സ് എഫക്റ്റ്? ബൈ പ്രൊഡ്യൂസിങ് മോർ ആൻഡ് മോർ N2. അപ്പോൾ NOൻ്റെ കോൺസെൻട്രേഷൻ അവിടെ സിസ്റ്റത്തിൽ കാണാത്ത പോലെ. അപ്പോൾ എന്താ, കോൺസെൻട്രേഷൻ ഓഫ് NO ഇൻക്രീസ് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് N2. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാ, വാട്ട് വിൽ ഹാപ്പൻ ടു ദി കോൺസെൻട്രേഷൻ ഓഫ് N2? N2ൻ്റെ കോൺസെൻട്രേഷൻ എന്ത് പറ്റും എപ്പം? കോൺസെൻട്രേഷൻ ഓഫ് NO ഇസ് ഇൻക്രീസ്. കോൺസെൻട്രേഷൻ ഓഫ് NO ഇൻക്രീസ് ചെയ്ത് എന്താവും? N2ൻ്റെ കോൺസെൻട്രേഷൻ കൂടും. ഫോർവേഡ് റിയാക്ഷൻ അല്ലേ അടുത്തത്. അറിയാത്തവർ ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ലേഷാറ്റ്ലിയ പ്രിൻസിപ്പിൾ. ഇനി അത് 10th ഇതിലും ചെയ്തിട്ടുണ്ട്, ലേഷാറ്റ്ലിയ പ്രിൻസിപ്പിൾ 11th ഞാൻ ചെയ്തിട്ടുണ്ട്, സെയിം വീഡിയോ. ദെൻ ടെമ്പറേച്ചർ ഇസ് ഡിക്രീസ്ഡ് ടു 273. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുക. നമുക്കറിയാം ഫോർവേഡ് എന്ന് പറഞ്ഞാൽ എക്സോ ആണ്. എക്സോ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ പുറത്തേക്ക് വിടുക. ടെമ്പറേച്ചർ പുറത്തേക്ക് വിടുക എന്ന് പറഞ്ഞാൽ ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇസ് പ്രൊഡ്യൂസ്, അല്ലേ? ചൂട് കൂടുകയാണ്. നമ്മൾ പകരം എന്താ ചെയ്യുന്നത്? ടെമ്പറേച്ചർ കുറയ്ക്കാൻ നോക്കുക. ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കുറയ്ക്കുക. എന്നാൽ ഞാൻ ടെമ്പറേച്ചർ കൂട്ടും. ടെമ്പറേച്ചർ എങ്ങനെയാണ് കൂട്ടുക? മോർ ആൻഡ് മോർ ഹീറ്റ് ഇസ് ലിബറേറ്റഡ്. ഹീറ്റ് എപ്പോഴാണ് ലിബറേറ്റ് ചെയ്യുക? ഫോർവേഡ് റിയാക്ഷൻ. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ ആകുമ്പോൾ എന്ത് പറ്റും? N2ൻ്റെ കോൺസെൻട്രേഷൻ കൂടും. അപ്പോഴും എന്താണ്? N2ൻ്റെ കോൺസെൻട്രേഷൻ കൂടും. മനസ്സിലായോ? ഇനി അടുത്തത് പ്രഷർ ഇസ് ഡിക്രീസ്. എല്ലാവർക്കും എപ്പോഴും കൺഫ്യൂഷൻ വരുന്നൊരു ഏരിയയാണ് പ്രഷറിൻ്റെ കോൺസെപ്റ്റ്. പ്രഷറിൻ്റെ കോൺസെപ്റ്റിൽ ഇത്ര ചിന്തിച്ചാൽ മതി. വെൻ വി ഇൻക്രീസ് ദി പ്രഷർ ദ സിസ്റ്റം വിൽ ഷിഫ്റ്റ് ഇൻ ദി ഡയറക്ഷൻ ഇൻ വിച്ച് ലെസ്സർ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ളവിടത്തേക്ക് സിസ്റ്റം ഷിഫ്റ്റ് ചെയ്യും. അതായത് പ്രഷർ കൂട്ടുമ്പം ലെസ്സർ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ളിടത്ത് ഷിഫ്റ്റ് ചെയ്യും. നമുക്ക് നോക്കാം ഇവിടെ ആർക്കാ ലെസ്സർ എന്നുള്ളത്. ഇവിടെ 1, ഇവിടെ 1, 1 + 1 2, ഇവിടെ 2.
അപ്പം റിയാക്റ്റൻറ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും നമ്പർ ഓഫ് മോൾസ് 2 ആയതുകൊണ്ട് ഇവിടെ പ്രഷറിന് നോ എഫക്റ്റ് ആണ്. മനസ്സിലായോ? പ്രഷർ ഹസ് നോ എഫക്റ്റ് ഓൺ ദിസ് റിയാക്ഷൻ. അപ്പോൾ N2ൻ്റെ കോൺസെൻട്രേഷനിൽ നോ എഫക്റ്റ് ആണ് ആസ് ദി നമ്പർ ഓഫ് മോൾസ് ഇൻ ദ റിയാക്റ്റൻറ്റ് ആൻഡ് പ്രോഡക്റ്റ് സൈഡ്സ് ആർ ഈക്വൽ. മനസ്സിലായോ? ഇതിൻ്റെ വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം നമ്മൾ ക്ലാസ്സിലും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഈ ലെസൺ എടുക്കുമ്പോഴും ഇത് മാർച്ച് 2020 ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ സിമിലറായിട്ട് ഇതേപോലെ തന്നെ, അത് എളുപ്പമാണ്. അപ്പം ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ശ്രദ്ധിക്കണം, ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. CuCl4 2 minus plus 6H2O gives CuH2O 6 times 2 plus plus 4Cl minus. The system is in equilibrium ആണ്. അപ്പം ഈ സിസ്റ്റത്തിന് ബ്ലൂ കളറും ഈ ഒരു റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ ഇത് പിങ്ക് കളറുമാണ്. അപ്പോൾ നോക്കുക, ഇപ്പോൾ കളർ ഓഫ് ദി സൊല്യൂഷൻ ഇസ് ബ്ലൂ. ഇപ്പോഴത്തെ സൊല്യൂഷൻ്റെ കളർ ബ്ലൂ ആണെന്ന് വിചാരിക്കാം. What will be the color change when H2O is added to the system? H2O ആഡ് ചെയ്യുമ്പം സിസ്റ്റത്തിന് എന്ത് കളറാവും? നമുക്കറിയാം, whenever system is in equilibrium, system will tries to nullify its effect by producing more and more, or a system will nullify its effect by reacting in the opposite way. H2Oൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുമ്പോൾ അത് എന്ത് ചെയ്യും? അതിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ വേണ്ടി അത് ഫോർവേഡ് ഡിറക്ഷനിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഫോർവേഡ് ഡിറക്ഷനിലേക്ക് പോകുമ്പം സൊല്യൂഷൻ്റെ കളർ എന്തായിട്ട് മാറും? പിങ്ക് കളറായി മാറും. അപ്പോൾ H2O is added to the solution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിയാക്ഷൻ നടന്നിട്ട് ഇവിടെ എന്തുണ്ടാവും? ഈ ഒരു കോംപ്ലക്സ് ഫോർമേഷൻ ഉണ്ടാവും. thereby it is having a pink color. അപ്പോൾ സൊല്യൂഷൻ എന്ത് കളർ ഉണ്ടാവും? പിങ്ക് കളർ ഉണ്ടാവും. ക്ലിയർ ആവുന്നുണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. കാൽക്കുലേറ്റ് ദ ഹൈഡ്രോണിയം അയോൺ ആൻഡ് ഹൈഡ്രോക്സിൽ അയോൺ കോൺസെൻട്രേഷൻ 0.01 മോളാർ HCl സൊല്യൂഷൻ at 298 Kelvin. അതായത് ഹൈഡ്രോണിയത്ത് അയോണിൻ്റെയും ഹൈഡ്രോക്സിൽ അയോണിൻ്റെയും കോൺസെൻട്രേഷൻ കാരണം ആരത്? ഇൻ 0.01 മോളാർ HCl സൊല്യൂഷനിൽ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടണം. ഇതൊരു 2 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഈ HCl സൊല്യൂഷനിൽ എങ്ങനെയാണ് HCl ഡിസോസിയേറ്റ് ചെയ്യുക? H3O പ്ലസ് ആയിട്ടും Cl മൈനസ് ആയിട്ടുമാണ് ഡിസോസിയേറ്റ് ചെയ്യുക ആണല്ലോ. അപ്പോൾ നമുക്കറിയാം ദ കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യും, സ്ട്രോങ് ആയതുകൊണ്ട്. ഈ H3Oൻ്റെ കോൺസെൻട്രേഷൻ ആർക്ക് ഈക്വൽ ആയിരിക്കും? HCl. എത്ര HCl ഉണ്ടോ അത്രയും H3O പ്ലസ് ഉണ്ടാവും. അപ്പം H3Oൻ്റെ കോൺസെൻട്രേഷൻ ഏതിന് ഈക്വൽ ആയിരിക്കും? കോൺസെൻട്രേഷൻ ഓഫ് HCl. കാരണം ഇത് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യുന്നൊരു സ്ട്രോങ് ആസിഡാണ്. അപ്പം നമുക്ക് ഇവിടെ ഇക്വിലിബ്രിയം എഴുതണ്ട, കാരണം ഇറ്റ് ഇസ് എ ഫോർവേഡ് റിയാക്ഷൻ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ്. അപ്പം ഈ കോൺസെൻട്രേഷൻ ഓഫ് HCl നമുക്കറിയാം. കോൺസെൻട്രേഷൻ ഓഫ് HCl എത്രയാണ്? 0.01 മോളാർ. അതെനിക്ക് അപ്പം ഈ HClന് 0.01 മോളാറിന് എനിക്ക് ഇങ്ങനെ എഴുതാം, 1 × 10⁻². ഇത് എൻ്റെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്താണ്. 1 × 10⁻² വരുമ്പോൾ 0.01 ആണല്ലോ. 10⁻² വരുമ്പോൾ 0.01. അപ്പോൾ 1 × 10⁻². അപ്പം എത്ര HCl ഉണ്ടോ അത്ര തന്നെ H3O പ്ലസ്സും ഉണ്ടാവും. അങ്ങനെയാണല്ലോ, കാരണം HCl കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എത്ര HCl ഉണ്ടോ അത്ര തന്നെ H3O പ്ലസ്. അപ്പോൾ HClൻ്റെ കോൺസെൻട്രേഷൻ 1 × 10⁻² ആണെങ്കിൽ H3Oൻ്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? 1 × 10⁻² മോളാറാണ്. അപ്പോൾ ഇനി എനിക്കറിയേണ്ടത് ഇവിടെ തന്നിട്ടുണ്ട് 298 Kelvin. നമ്മൾ പഠിച്ചിട്ടുണ്ട് ദ അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ 298 Kelvin ഇസ് ഈക്വൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ആൻഡ് H പ്ലസ്. അയണിക് കോൺസ്റ്റൻറ്റ് നമുക്കറിയാം H പ്ലസും OH മൈനസിൻ്റെയും ഇതാണ്. ആൻഡ് അയണിക് കോൺസ്റ്റൻറ്റ് ഓഫ് വാട്ടർ 298 Kelvin ഇസ് ഫൗണ്ട് ടു ബി 10⁻1 × 10⁻14 ആണ്. ഓർമ്മയുണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 1 × 10⁻14. അപ്പോൾ ഇനി എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? നമുക്ക് കണ്ടിന്യൂ OH മൈനസിൻ്റെ KW ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഓർ H3O പ്ലസ് ടോ H പ്ലസ് ഓർ H3O പ്ലസ് ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്. KW എനിക്കറിയാം 1 × 10⁻14 ഡിവൈഡഡ് ബൈ H3Oൻ്റെ എന്താ 1 × 10⁻². അപ്പോൾ എനിക്ക് എന്തുണ്ട്? 1 × 10⁻12 മോൾ ലിറ്റർ ഇൻവേഴ്സ്. അപ്പോൾ H3Oൻ്റെ കോൺസെൻട്രേഷൻ എത്രയായി? 1 × 10⁻²യും OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ എത്രയായി? OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 1 × 10⁻12 മോൾ ലിറ്റർ ഇൻവേഴ്സ്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? കാരണം HCl ഡിസോസിയേറ്റ് ചെയ്ത് സ്ട്രോങ് ആസിഡോ സ്ട്രോങ് ബേസിൻ്റെ ക്യാൻസർ വരുമ്പം സിമ്പിളാണ്, അത് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യും. എത്ര കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് ഉണ്ടോ അത്ര തന്നെ H3O പ്ലസ് ഉണ്ടാവും. അപ്പം നമ്മൾ അതിൻ്റെ കോൺസെൻട്രേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം ദ അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ആൻഡ് H3O പ്ലസ്. അപ്പം H3O പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ
നമുക്ക് കിട്ടിയിട്ടുണ്ട് KW at 298 Kelvin. അതായത് നമുക്കറിയാം ഇത് 10⁻⁻14 ആണ്. ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HCl OHCl കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പോലത്തെ സെയിം ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചോട്ടെ. സെയിം തന്നെ calculate the hydrogen and hydroxyl and hydronium ion concentration for the solution of 0.001 molar NaOH solution at 298 Kelvin. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം NaOH കംപ്ലീറ്റ്ലി അയണൈസ് ചെയ്തിട്ട് എന്തുണ്ടാവും? ഇൻ വാട്ടർ ഇറ്റ് വിൽ അയണൈസസ് ഇറ്റ് ടു ഫോം Na പ്ലസ് ആൻഡ് OH മൈനസ് ആണല്ലോ. അപ്പോൾ എത്ര NaOH ഉണ്ടോ അത്ര തന്നെ OH മൈനസ് ഉണ്ടാവും. നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് NaOH തന്നിട്ടുണ്ട്. എത്രയാണ്? 0.001 molar, that is equal to 1 into 10⁻⁻3 molar എന്ന് കിട്ടും. മോൾ ലിറ്റർ ഇൻവേഴ്സ്. ഓക്കെ, ഇനി ഞാൻ ഈ OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ എനിക്കറിയാം. എത്ര NaOH ഉണ്ട്, എത്ര NaOH ഉണ്ട് അത്ര തന്നെ OH മൈനസ്. ഇറ്റ് വിൽ ബി 1 into 10⁻⁻3 മോൾ ലിറ്റർ ഇൻവേഴ്സ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്കറിയാം KW ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് ഇൻറ്റു OH മൈനസ്. അപ്പം എനിക്ക് KWൻ്റെ വാല്യൂ അറിയാം 10⁻⁻14 ആണ്. 1 into 10 ഡിവൈഡഡ് ബൈ OH മൈനസ് 1 into 10⁻⁻3 ദാറ്റ് ഈസ് ഈക്വൽ ടു ദി കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻11 മോൾ ലിറ്റർ ഇൻവേഴ്സ്. കിട്ടിയല്ലോ. H3O എന്ന് പറയുന്നത് 10⁻⁻11, OH എന്ന് പറയുന്നത് 10⁻⁻3 ആണ്. ക്ലിയർ ആയല്ലോ. നമുക്കൊരു സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസിൻ്റെ കേസസ് വരുമ്പം ഇത് ഈസിയാണ്. അതൊക്കെ ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി ഈ ഒരു പ്രോബ്ലം ശ്രദ്ധിച്ചോളൂ. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എനിക്കൊന്ന് 2016 2018 2020 ചോദിക്കുന്നത് ഇതിലെ ഒരു ടൈപ്പ്, അതായത് pH ഓഫ് ദ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. ഇപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യനിൽ 1 മാർക്ക് ഒരു വേറൊരു ക്വസ്റ്റ്യനും അതിൻ്റെ കൂടെ ഈ ഒരു pH ഓഫ് ദ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അതേപോലെ POH കണ്ടുപിടിക്കാൻ പറയുന്ന സൊല്യൂഷൻസും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ എന്താണെന്ന് അറിയാം, ലോഗരിതം കണ്ടുപിടിക്കാനുള്ള ക്ലാസ് ഞാൻ ചെയ്യുന്നില്ല. അത് ഓൾറെഡി ഐ തിങ്ക് ഫിസിക്സ് ക്ലാസ് ഒക്കെ കാണുന്നവർ, മായാസ് ക്ലാസ് റൂമൊക്കെ കാണുന്നവർക്ക് അതിൽ അവൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ലോഗരിതം കണ്ടുപിടിക്കാനൊക്കെയുള്ള ക്ലാസ് എടുത്തിട്ടുണ്ട്. വേറെയും കുറേ ചാനൽസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് റെഫർ ചെയ്യാൻ. ഞാൻ ലോഗരിതം കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്സ് ഒന്നും പറയുന്നില്ല. that you have to learn. Okay, അപ്പോൾ ശ്രദ്ധിച്ചോളൂ. assuming complete dissociation calculate the pH of the following solution. ഈ ഓരോ സൊല്യൂഷൻ്റെ pH ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ടൊരു ക്വസ്റ്റ്യൻ കൂടെ ഇതിൽ മറന്നുപോയി. arrange them in the increasing order or the decreasing order of pH. pHൻ്റെ ഡിക്രീസിങ് ഓർഡറിൽ നമ്മൾ ഇവരെ അറേഞ്ച് ചെയ്യണം. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്, വി ആർ കൺസിഡറിങ് ഓൾ ദി സൊല്യൂഷൻസ് ആർ അണ്ടർഗോയിങ് ഇൻ എ കംപ്ലീറ്റ് ഡിസോസിയേഷൻ ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ pH ഓഫ് ദ സൊല്യൂഷൻ. എല്ലാ സൊല്യൂഷൻ്റെ pHും കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവരെ ഡിക്രീസിങ് ഓർഡറിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം സൊല്യൂഷൻ 1 എടുക്കുകയാണ്. ദാറ്റ് ഈസ് 0.003 മോളാർ HCl. സിമ്പിളാണ്. നമുക്കറിയാം ഇത് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ H+ഉം Cl- അതായത് H3O+ ഉണ്ടാവും. ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് H3O+ ആണ് നമുക്ക് വേണ്ടത്. അതായത് ഒരു സ്ട്രോങ് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് H3O+ ആർക്ക് ഈക്വൽ ആയിരിക്കും? HClൻ്റെ കോൺസെൻട്രേഷൻ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.003 മോളാറാണ്. അപ്പം അത് മനസ്സിലായി. ഞാൻ നേരത്തെ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞു, അതായത് ഒരു സ്ട്രോങ് ആസിഡ് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യുമ്പം അതിൽ എത്ര ആസിഡ് ഉണ്ടോ അത്ര തന്നെ എന്തുണ്ടാവും, അതിൻ്റെ H3O+ൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം എത്ര ഓക്കെ H3O++ Cl മീൻസ് അപ്പോൾ എത്ര കോൺസെൻട്രേഷൻ ഓഫ് HCl ഉണ്ടോ അത്ര തന്നെ H3O+. അപ്പോൾ നമുക്കിത് കിട്ടി. നമുക്ക് എന്താണ്ട് pH നമുക്കറിയാം. pH ഇസ് ദ നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, മൈനസ് ലോഗരിതം ഓഫ്, നമുക്കിതിങ്ങനെ ഇങ്ങനെ എഴുതിക്കൂടെ, 0.003 3 × 10⁻³ എഴുതിക്കൂടെ, തെറ്റില്ലാലോ. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം, നമുക്കറിയാം ലോഗ് A × B എന്താ, ലോഗ് A+B ആണല്ലേ. അപ്പം മൈനസ് പുറത്തെടുത്തോളൂ. ലോഗ് 3 ലോഗ് ഓഫ് 10⁻³ ആണ്. നമുക്കറിയാം ലോഗ് 3 എന്ന് മൈനസ് ലോഗ് 3 പ്ലസ് ലോഗ് 10⁻³ = -3. അപ്പം ദാറ്റ് ഈസ് മൈനസ് ലോഗ് 3 പ്ലസ്
ലോഗ് 10⁻³ is equal to -3. അപ്പോൾ അതെങ്ങനെയാണ് വരിക? -log3 minus of minus it is equal to +3. That is -log3 +3. എത്രയാണ് വാല്യൂ വരുന്നത് അറിയോ? 2.523. അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 0.02 മോളാർ HBr ആണ്. 0.02 HBr എന്ന് പറയുമ്പം നമുക്കറിയാം 0.002 മോളാർ HBr. അപ്പോൾ നമുക്കറിയാം എത്ര HBr ഉണ്ടോ അത്ര തന്നെ H3O പ്ലസ്സും ഉണ്ടാവും. അപ്പോൾ H3O പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 2 × 10⁻³ അതുകൊണ്ട് എങ്ങനെയാണ് കിട്ടിയത് നിങ്ങൾക്കറിയാമല്ലോ, ഇതായത് 0.002. ഇനി പി എച്ച് എങ്ങനെയാണ് കാണുക? പി എച്ച് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗരിതം ഓഫ് 2 × 10⁻³ അതെന്ന് പറയുന്നത് -2 പ്ലസ് ലോഗ് ഓഫ് 10⁻³ ദാറ്റ് ഇസ് ഈക്വൽ ടു -log 2 -3. ഇപ്പം എന്താവും? -log2 + 3 ദാറ്റ് ഇസ് ഈക്വൽ ടു 2.699. ഇനി അടുത്തത് നോക്കൂ, 0.02 മോളാർ KOH ആണ്. ഇതെന്താണ്? ബേസാണ്. അപ്പം നമുക്കിതിൽ നിന്ന് H3Oൻ്റെ കോൺസെൻട്രേഷൻ കിട്ടണം. എങ്ങനെ കിട്ടും? അപ്പോൾ തേർഡ് വൺ ഏതാ? 0.002 മോളാർ KOH. അപ്പം നമുക്കറിയാം എത്ര KOH ഉണ്ടോ അത്ര തന്നെ ഏതുണ്ടാവും? OH മൈനസ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടാവും. അപ്പോൾ ദ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ഇസ് ഈക്വൽ ടു 0.002 മോളാർ. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ H3O പ്ലസിൻ്റെ കിട്ടുക നമുക്കറിയാം. KW ഇസ് ഈക്വൽ ടു H പ്ലസ് പ്ലസ് ഇൻറ്റു OH മൈനസ്. KW നമുക്കറിയാം 10⁻⁻14 ആണ്. അപ്പം OH Hൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്നുള്ളത് നമുക്കിവിടെ നിന്ന് കിട്ടും. ദാറ്റ് ഇസ് 2 × 10⁻³ ആണല്ലോ. 2 × 10⁻³ 0.002 ഞാൻ എന്ത് ചെയ്ത്? 2 × 10⁻³ എന്ന് എഴുതി. മോൾ ലിറ്റർ ഇൻവേഴ്സ്. ഇനി എന്താവും? അപ്പോൾ എനിക്ക് ഇവിടുന്ന് H പ്ലസിൻ്റെ വാല്യൂ കിട്ടും. H പ്ലസിൻ്റെ വാല്യൂ ഇത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 5 × 10⁻12 ആണ്. ഇനി എനിക്ക് വീണ്ടും പി എച്ച് കാണണം. എങ്ങനെയാണ് പി എച്ച് കാണുക? നെഗറ്റീവ് ലോഗ് ഓഫ് 5 × 10⁻12 that is equal to minus of log 5 plus log 10⁻12 that is equal to minus log 5. ഇതെന്തുണ്ടാവും? A + B ആണ്. മൈനസ് ഓഫ് മൈനസ് പ്ലസ് 12. അതിൻ്റെ ആൻസർ വരുന്നത് ഓൾമോസ്റ്റ് 11.301. 11.301. ക്ലിയർ ആവുന്നുണ്ടല്ലോ? സ്പീഡ് പറയുന്നതിൽ മനസ്സിലാവാതെ ഇല്ലല്ലോ. ഇനി അടുത്തത് 0.005 മോളാർ 0.005 മോളാർ NaOH. ഇതും അതേപോലെ തന്നെ 0.005 മോളാർ NaOH നമുക്ക് H പ്ലസ് കാണണം. എത്ര NaOH ഉണ്ടോ അത്ര തന്നെ എന്തുണ്ടാവും? OH മൈനസ് ഉണ്ടാവും. അപ്പം 0.005 മോളാർ ഉണ്ടാവും OH മൈനസ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 5 × 10⁻³ മോൾ ലിറ്റർ ഇൻവേഴ്സ്. ഓക്കെ, ഇനി നമുക്കറിയാം H3O പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് KW/OH മൈനസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 10⁻14 ഡിവൈഡഡ് ബൈ 5.0 × 10⁻³ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 10⁻12. പി എച്ച് എങ്ങനെയാണ് കാണുക? നെഗറ്റീവ് ലോഗരിതം ഓഫ് 2 × 10⁻12 ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് അവിടെ വെച്ചിട്ട് log A × B is equal to log A plus B 2 plus log 10⁻12 that is equal to negative log 2 minus 12 that is equal to minus log 2 plus 12 that is equal to 11.699. ഇനിയിപ്പോൾ നിങ്ങളോട് എന്താ ചോദിച്ചാൽ റൈറ്റ് ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദിയർ പി എച്ച്. ഏതൊക്കെ പി എച്ച് ഉണ്ട്? 2.53 ഉണ്ട് നമ്മുടെ കയ്യിൽ, 2.69 ഉണ്ട്, 11.30 ഉണ്ട്, 11.30 ഉണ്ട്, 11.69. അപ്പോൾ ഏറ്റവും കൂടുതൽ പി എച്ച് ഉള്ളത് ആർക്കാണ്? 0.005 മോളാർ, അതായത് 0.005 മോളാർ
എൻ എ ഡിക്രീസിങ് ഓർഡറിൽ, അപ്പോൾ ഏറ്റവും വലിയ ആളത് എഴുതി. പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ KOH. സോ 2 മോളാർ KOH. പിന്നേന്ന് വരുന്നത് 2.69 HBr. 0.002 molar HBr. Then comes 0.003 molar HCl. So the decreasing order of pH. മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേ? ഇതാണ് അധിക ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടത്. ഡിറ്റർമിൻ ദി pH ഓഫ് ദ സൊല്യൂഷൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ തരും pH ഓഫ് പോയിന്റ്. അപ്പോൾ നിങ്ങൾ pH ഉണ്ട്, അയ്യോ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് ചിന്തിക്കരുത്. ബേസ് ആണെങ്കിൽ ആദ്യം ബേസിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്കറിയാം KW = എന്താണ്? H3O പ്ലസ് ഇൻറ്റു OH മൈനസ്. അപ്പോൾ KWൻ്റെ 298 കെൽവിന് നമുക്ക് 10⁻⁻14 എന്നറിയാം. അവിടെ നിന്ന് OH കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് HO അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് pH കാണുക. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും മതി. നമ്മുടെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ലെസൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ തന്നെ കൂടുതൽ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നന്നായി പഠിക്കുക. മനസ്സിലാവാത്ത കാര്യം കമൻസിലിട്ട് കൊടുക്കുക. താങ്ക് യു.